ഞാനിനി പറയുന്നില്ല. ഇത് തുടക്കം തൊട്ട് എൻ്റെ പേരില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും ഇല്ലാത്ത പേരിനെ എങ്ങനെ കൊണ്ടുവരും? അതുകൊണ്ട് പുതുപ്പള്ളിക്ക് വേറെ മന്ത്രി ആവശ്യമില്ല. അല്ലെങ്കിൽ ചില നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അങ്ങേക്ക് പറ്റിയ വകുപ്പുകളെ കുറിച്ച് പോലും ചർച്ചകളൊക്കെ നടന്നിരുന്നു, കണ്ടിരുന്നു അതൊക്കെ. അല്ല, അതിപ്പോൾ ജനങ്ങളുടെ സ്നേഹമല്ലേ, ജനങ്ങളുടെ സ്നേഹമാണ് ഈ കാണുന്ന റിഫ്ലക്ഷൻ. ഞാൻ വിനയത്തോടെ കേരളത്തിലെ ജനങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കും. അങ്ങനെ എന്നെക്കുറിച്ച് നിങ്ങൾ ഒരു സ്നേഹം പ്രകടിപ്പിച്ചല്ലോ, അങ്ങനെ നിങ്ങൾ എന്നെക്കുറിച്ച് ഒരു താല്പര്യം പ്രകടിപ്പിച്ചല്ലോ, അത് ഹൃദയത്തിൽ ഞാൻ ഉൾക്കൊള്ളും. ജീവിതം കൊണ്ട് മറുപടി പറയും. നാളെ വന്നാലും മന്ത്രിസ്ഥാനത്ത് വന്നാലും ഇല്ലെങ്കിലും. കാരണം ഗവൺമെൻറ്റൊക്കെ ഉണ്ടെങ്കിലേ എല്ലാം സാധിക്കുന്നുള്ളൂ. പക്ഷേ ഗവൺമെൻറ് ഇല്ലാതെ തന്നെ 2.5 വർഷക്കാലം 8 കോടിയിലേറെ രൂപ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഫ്ലെക്സും പോസ്റ്ററും ബാനർ വരെ ഒഴിവാക്കിയത്. ഇന്ന് എനിക്ക് അതുകൊണ്ട് തന്നെ ജനസേവനത്തിന് വേറെ ആരുടെയും സഹായം പോലും ആവശ്യമില്ലാത്ത വിധം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ഉറച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇത് വീണ്ടും നിങ്ങൾ പറയുക. അവസാന നിമിഷം എന്ന് പറഞ്ഞ നിമിഷമില്ല, തുടക്കം തൊട്ടില്ല. ഞാനിനി പറയുന്നില്ല. ഇത് തുടക്കം തൊട്ട് എൻ്റെ പേരില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും ഇല്ലാത്ത പേരിനെ എങ്ങനെ കൊണ്ടുവരും? നിങ്ങൾ സൃഷ്ടിക്കുന്നൊരു കാര്യമാണിത്. നിങ്ങൾ പറയണം, നിങ്ങൾ ആത്മപരിശോധന നടത്തണം. എവിടുന്ന് പേര് വന്നു? ആര് പറഞ്ഞു? എൻ്റെ പേരില്ലാത്ത സ്ഥലത്ത് എങ്ങനെ പേര് വന്നു? അതുകൊണ്ട് ഞാൻ നിങ്ങളെ കണ്ടപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, പാർട്ടി സ്ഥാനം തന്നാലും ഇല്ലെങ്കിലും ഞാൻ പാർട്ടിയോടൊപ്പം എന്ന് പറഞ്ഞ ആളാണ്. അതിനുശേഷം പറഞ്ഞു എന്നെ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എനിക്കറിയാം എൻ്റെ പേരില്ല. പേരുണ്ടാവുന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി എന്നോട് ആവശ്യപ്പെടണം, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും പാർട്ടിയിൽ വ്യക്തമുള്ള ആൾക്കാർ എന്നോട് പറയണം. അങ്ങനെ ഒരു വ്യക്തത ഇല്ലാത്തപ്പോൾ നിങ്ങൾ പറയുന്ന ലിസ്റ്റിനടുത്ത് നിങ്ങൾ 7 പേർ ലിസ്റ്റ് കാണിച്ചല്ലോ, ഒരാൾ മാത്രമാണല്ലോ മാറിപ്പോയത്. നിങ്ങൾ സ്വയം ചിന്തിക്കണം, ഇതെങ്ങനെ വന്നു? മാധ്യമങ്ങൾ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അപ്പം ഞാനിതിനു വേണ്ടി ആഗ്രഹിച്ചു. ഇപ്പം വേറെ കാര്യങ്ങളും ഞാനിതിനു വേണ്ടി ആഗ്രഹിച്ച് ശ്രമിച്ചു എന്ന തരത്തിലും ചിലർ പറയുന്നുണ്ട്. ശരിയല്ലല്ലോ. എൻ്റെ പിതാവ് സത്യപ്രതിജ്ഞ അതേ ദിവസം തന്നെയാണ് എൻ്റെ പിതാവിന് നീതി കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞ കാര്യമുണ്ട്. എന്ന് കേരളത്തിന് ഒരു UDF മുഖ്യമന്ത്രിയെ കിട്ടുമോ അന്ന് പുതുപ്പള്ളിക്ക് ഒരു മന്ത്രിയെ കിട്ടും. അതുകൊണ്ട് വേറെ മന്ത്രി ആവശ്യമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പുതുപ്പള്ളിയുടെ മന്ത്രി കൂടിയാണ്. പുതുപ്പള്ളിക്ക് നീതി കൊടുക്കുവാൻ പ്രത്യേകിച്ച് എൻ്റെ പിതാവ് വിഭാവന ചെയ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ 10 വർഷമായി നിലച്ചു കിടക്കുന്ന ഒരു പാലം, മറ്റൊരു പാലം പൂർത്തിയാകാതെ വെച്ചിരിക്കുക. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷൻ അടക്കം ഉള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ, അദ്ദേഹത്തിൻ്റെ സർക്കാർ ഞങ്ങൾക്ക് നടപ്പിലാക്കി തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. പുതുപ്പള്ളിക്ക് നീതി നടപ്പിലാക്കുവാൻ മുഖ്യമന്ത്രി മതി. അദ്ദേഹം എനിക്ക് ഉറപ്പായിട്ടും തരുമെന്ന് പുതിയ യാത്ര സമയത്ത് വാക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പുതുപ്പള്ളിക്ക് വേറെ മന്ത്രി ആവശ്യമില്ല.